ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് റെഡിയാക്കാൻ പോണേണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഓടുകൾ വെച്ചാണ് നമ്മൾ ടാങ്ക് റെഡിയാക്കണത്. അപ്പോൾ ഏകദേശം ടാങ്കിൻ്റെ സൈഡ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇവിടെ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മണ്ണൊക്കെ ലെവൽ ചെയ്ത് ഇവിടെ കുറച്ച് കുഴിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫിൽറ്റർ വെക്കുമ്പോൾ അഴുക്കെല്ലാം അപ്പോൾ അതിൽ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിൽ പഴയ ചാക്കും സാധനങ്ങളൊക്കെ കുറച്ച് ഇടണം. ഇതൊന്നും നമ്മുടെ ടർപ്പായ കീറാണ്ടിരിക്കാനായിട്ടേ. അപ്പോൾ അതും കൂടി ഇട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ കുറച്ച് തുണികളും കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടർപ്പായ വിരിക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യമായിട്ട് മഴ പെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നിറക്കണം. നമുക്കിവിടെ ടോപ്പിൽ ഷെയ്ഡ് നെറ്റ് ഇടണം. പിന്നെ ഇതിൻ്റെ മുകളിൽ വല ഇടണം. അങ്ങനെ കുറച്ചും കൂടെ പരിപാടികളുണ്ട്. ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ ടാങ്കിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡ് നെറ്റൊക്കെ ഇട്ട് വലയൊക്കെ ഇട്ട് എല്ലാം ക്ലിയറാക്കി വെള്ളമൊഴിച്ച് നമ്മൾ കണ്ടീഷനൊക്കെ ചെയ്തിട്ടേക്കണതാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ അലിഗേറ്ററിനെ ഇതിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അലിഗേറ്ററിന് ഇട്ടേക്കണത് ഫ്രിഡ്ജ് ബോക്സിലാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇനി പിടിച്ച് നമ്മുടെ പുതിയ ടാങ്കിലോട്ട് മാറ്റാം. അപ്പോൾ ഏകദേശം ഒരു 2 അടി അടുക്കി ആവാറായിട്ടുണ്ട് നമ്മുടെ അലിഗേറ്റർ. നമുക്കിനി അതിനെ പിടിച്ച് മാറ്റാം. അലിഗേറ്റർ ഏകദേശം സെറ്റായി. നമ്മുടെ ടാങ്കായിട്ട് സെറ്റായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യണം. കാരണം ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്കൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.